ഈ സംഭവം നമ്മുടെ രാമപ്പഴത്തിൻ്റെ വീഡിയോ ഞാൻ അന്നിട്ടിരുന്നില്ലേ, അപ്പോൾ അന്നത് പച്ചയായിരുന്നു. അപ്പോൾ അത് പഴുത്തോ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ തൊടുമ്പോൾ അത് പഴുത്ത പോലെ ഉണ്ട്, കളറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. ഈ സംഭവം മുറിക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കും. അല്ല, മുറിച്ച് നോക്കാം നമുക്ക്. തോൽ കളയണ്ടെന്ന് തോന്നണം. അന്ന് ഞാൻ അങ്ങനെയാണ് മുറിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഐസ്ക്രീം പോലെ അങ്ങനെ കിട്ടി. പൊന്നോ, കണ്ടോ, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇത് നോക്കൂ, ഇങ്ങനെയാണ് വരിക. ആക്ച്വലി എനിക്കിത് അന്ന് വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ. നമ്മുടെ തൊടിയിലുണ്ടായൊരു പഴമാണ്. ഇത് കേടാണോ എന്ന് പോലും അറിയില്ല എനിക്ക്. കഴിക്കാൻ പറ്റിയ മണമൊന്നുമല്ല ഇത് കേടാണ്. ആക്ച്വലി കേടാണെന്നാണ് തോന്നുന്നത്, നല്ല മണമല്ല. ഈ തേങ്ങയൊക്കെ കേടുവന്നൊരു മണമല്ലേ, ആ മണം വരുന്നത്. വെറുതെ ആയിപ്പോയി. ഇനിയിപ്പോൾ വേറൊന്ന് കിട്ടുമ്പോൾ മുറിച്ച് നോക്കാം, അതും എങ്ങനെയാവും എന്തോ. ഇന്ന് രാവിലെ അച്ഛൻ ഒരു വാഴക്കൊല വെട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് മൂത്തപ്പോൾ അത് വെട്ടി വെച്ചു. വെട്ടിയിട്ട് പുറത്താണ് വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയായപ്പോൾ അത് എടുത്തു വയ്ക്കാൻ മറന്നു. എന്നിട്ട് ഒരു 3 മണിയൊക്കെ ആയിട്ട് അതിനടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവസ്ഥ. ഇത് നോക്കിയേ ഗൈസ്, വല്ല ഡിസൈൻ വരച്ച് വെച്ചെങ്കിൽ നോക്കൂ. ഇതെന്താ അറിയോ? ഇത് സൂര്യൻ്റെ ചൂടേറ്റിട്ട് ഈ നിറമായി പോയതാ. അത് ഒരു നടുഭാഗത്ത് വെച്ചിട്ട്. ഇത് രാവിലെ അവിടെ വയ്ക്കുമ്പോഴൊന്നും ഈ ഒരു നിറമില്ല. 3 മണിക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നു. അമ്മേനെ കാണിച്ചെന്ന് ചെന്ന് നോക്കിയപ്പോൾ എന്താ, ഇതിനാണ് നമ്മൾ ഈ സൂര്യതാപം എന്നൊക്കെ പറയുന്ന സംഭവം ഇതാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ദേഹത്ത് നമ്മൾ ഇത്തിരി നേരം ആ സമയത്ത് അവിടെ 1 മണി കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തും ഇതുപോലെ പാട് വീഴും. സൂര്യാഘാതം, സൂര്യതാപം എന്നിവയൊക്കെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഇതാ അത്രയും ചൂടുണ്ട്. അതിൻ്റെ തെളിവാണ് ഗൈസ് ഈ പാവം വാഴക്കുലയുടെ മുകളിലുണ്ടായത്. ഇതിന് സൺസ്ക്രീന് തേച്ച് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ, പാവം. പൊള്ളി ഒരു വഴിയായിരിക്കുന്നു കണ്ടോ. അപ്പോൾ ഇതാണ് ചൂടിൻ്റെ കാഠിന്യം.